മാസ്റ്റർ കീ അക്കാഡമി നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ഇട്ട ശേഷം ഒരു ഇന്റർവ്യൂ ക്ലാസ്സും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, ഇന്റർവ്യൂ PSC ഇന്റർവ്യൂവിൻ്റെ ഒരു മോഡ് എങ്ങനെയായിരിക്കാം, അതുപോലെ സബ്ജക്ട്സ് എല്ലാം നമുക്ക് അവർ കവർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. 14 ജില്ലയിൽ ഫസ്റ്റ് റാങ്ക് നമുക്ക് വേണം സ്റ്റാറ്റിസ്റ്റിക്കലിന്. അതിനുവേണ്ടി തന്നെയാണ് പഠിപ്പിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിനടുത്താണ്. എനിക്കൊപ്പമുള്ളത് സംഗീതയാണ്. കഴിഞ്ഞ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിലേക്കുള്ള റിസർച്ച് അസിസ്റ്റന്റ് പരീക്ഷയിൽ 5ാം റാങ്ക് നേടി ഞങ്ങൾക്ക് അഭിമാനമായിട്ടുള്ള സംഗീതയാണ് എനിക്കിപ്പോൾ ഉള്ളത്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് പരീക്ഷയിൽ കൊല്ലം ജില്ലയിൽ 8ാം റാങ്ക് ആയിരുന്നു. റിസർച്ച് ഓഫീസർ പരീക്ഷയിൽ 13ാം റാങ്ക് ആയിരുന്നു. ഈ മേഖലയിൽ വലിയ വിജയം നേടിയ ഉദ്യോഗാർത്ഥിയാണ് ആര്? സംഗീത എന്ന് പറയുന്നത്. നമുക്ക് നേരെ സംഗീത വിശേഷങ്ങളിലേക്ക് പോകാം. എൻ്റെ പേര് സംഗീത. കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിലെ റിസർച്ച് അസിസ്റ്റന്റ് എക്സാമിൽ എനിക്ക് 5ാം റാങ്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു. ഞാനിപ്പോൾ കൊട്ടാരക്കര താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിൽ വർക്ക് ചെയ്യുകയാണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ആയിട്ട്. എൻ്റെ വീട് നെയ്യാറ്റിൻകരയാണ്. ഞാൻ പഠിച്ചത് ഡിഗ്രി മാത്തമാറ്റിക്സ് ആയിരുന്നു. മാറി വെനീസ് കോളേജിൽ നിന്നാണ് പഠിച്ചത്. സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരുന്നു MSc ചെയ്തത്. അത് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനൊരു 2.5 വർഷത്തോളം മാറി വെനീസ് കോളേജിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ എനിക്ക് ഹസ്ബൻഡും ഒരു കുഞ്ഞുമുണ്ട്, ചെറിയ കുഞ്ഞുമുണ്ട്. കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിൻ്റെയും അതുപോലെ റിസർച്ച് ഓഫീസറിൻ്റെയും നോട്ടിഫിക്കേഷൻ വരുന്നതും ഞാൻ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതും. അപ്പോൾ അതിലെനിക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ സാധിച്ചെങ്കിലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു റാങ്ക് വേണമെന്ന് തോന്നുകയും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു അക്കാഡമിയുടെ ക്ലാസ് എടുത്ത് പഠിച്ചാൽ കൊള്ളാമെന്ന് തോന്നി. പ്രത്യേകിച്ച് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് നമുക്ക് ഒരു ഹെൽപ്പ് എവിടെന്നെങ്കിലും കിട്ടുന്നത് വളരെ ഉപകാരപ്പെടുന്ന കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ യൂട്യൂബിലൊക്കെ ക്ലാസ്സുകൾ, ഡെമോ ക്ലാസ് കണ്ടു നോക്കുകയും ഓരോ അക്കാഡമിയുടെ ക്ലാസ്സസ് ഒക്കെ കണ്ട് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് മാസ്റ്റർ കീ അക്കാഡമിയുടെ ക്ലാസ്സിലേക്ക് എത്തുന്നത്. അപ്പോൾ എനിക്കത് വളരെ എഫക്റ്റീവായിട്ട് നല്ല ക്ലാസ് ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ അവിടേക്ക് ജോയിൻ ചെയ്യുന്നത്. നമുക്ക് സിലബസ് ആദ്യമേ അവൈലബിൾ ആയിരുന്നു, പ്രീവിയസ് സിലബസ് അവൈലബിൾ ആയിരുന്നു, ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞങ്ങൾ പഠിച്ചു തുടങ്ങിയത് ക്ലാസ്. അപ്പോൾ അത് എഫക്റ്റീവായിട്ട് തന്നെ ക്ലാസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കൺഫർമേഷൻ വന്നപ്പോഴത്തേക്കും സിലബസിൽ വളരെയധികം ചേഞ്ചസ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു 2 മാസം കൊണ്ട് നമുക്ക് വളരെ ചേഞ്ച് വന്നൊരു സിലബസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ടും അക്കാഡമി നമ്മളെ എല്ലാ സിലബസും കവർ ചെയ്ത് നമുക്ക് തന്നതുകൊണ്ട് നമുക്ക് എല്ലാ ക്ലാസ്സുകളും കേൾക്കാനും സിലബസ് കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ കറക്റ്റ് ഷോർട്ട് ടൈമിൽ നമ്മൾ പഠിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് നമുക്കായിട്ട് അവർ ഡെയിലി സ്റ്റഡി പ്ലാൻ തരുന്നുണ്ടായിരുന്നു. അതുപോലെ ഒരു MCQ സീരീസ് 1 മാസത്തോളം ഉണ്ടായിരുന്നു. നമ്മുടെ PSC എക്സാമിൻ്റെ മോഡലിൽ തന്നെയുള്ള ടെസ്റ്റ് സീരീസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വളരെ ഉപകാരപ്പെട്ട കാര്യമായിരുന്നു എന്നെ സംബന്ധിച്ച്. ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും നമുക്ക് സെൽഫ് സ്റ്റഡിയോടൊപ്പം തന്നെ നമുക്കൊരു അക്കാഡമിയുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് വളരെയധികം എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് എനിക്കിപ്പോൾ ഈ ഒരു റാങ്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അവരുടെ MCQ സീരീസും ടെസ്റ്റ് സീരീസും എനിക്ക് വളരെയധികം കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം നമ്മൾ പഠിച്ചത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമ്പോഴാണല്ലോ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതെന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ നിങ്ങളും ഒരു എക്സാമിന് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ സെൽഫ് സ്റ്റഡിയോടൊപ്പം തന്നെ ഒരു അക്കാഡമിയിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാസ്റ്റർ കീ അക്കാഡമി നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ഇട്ട ശേഷം ഒരു ഇന്റർവ്യൂ ക്ലാസ്സും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, ഇന്റർവ്യൂ PSC ഇന്റർവ്യൂവിൻ്റെ ഒരു മോഡ് എങ്ങനെയായിരിക്കാം, അതുപോലെ സബ്ജക്ട്സ് എല്ലാം നമുക്ക് അവർ കവർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതും എന്നെ സംബന്ധിച്ച് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം എൻ്റെ ഇൻ്റർവ്യൂ മാർക്ക് എൻ്റെ റാങ്ക് ലിസ്റ്റിൽ വളരെയധികം വേരിയേഷൻ വരുത്താൻ സഹായിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ നിങ്ങളൊരു അക്കാഡമിയെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ മാസ്റ്റർ കീ അക്കാഡമി 100% നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നു. അവരുടെ ക്ലാസ്സുകൾ വളരെ എഫക്റ്റീവ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് കോഴ്സ് നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടുത്തെ ഒരുപാട് കുട്ടികൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, സാർ നിങ്ങൾക്ക് കുറേ റാങ്കുകൾ കിട്ടിയല്ലോ റിസർച്ച് അസിസ്റ്റൻറ്റിന്. അപ്പോൾ അവരുടെ ഇൻ്റർവ്യൂ ഞങ്ങൾക്കൊന്ന് അവൈലബിൾ ആക്കണം. കാര്യം ഞങ്ങൾക്ക് അറിയണം അവരെങ്ങനെയാണ് പഠിച്ചത്. അപ്പോൾ ഞാൻ സംഗീതയോട് നേരിട്ട് കാണുമ്പോൾ ചോദിച്ചു എങ്ങനെയാണ് പഠിച്ചതെന്ന്. അപ്പം സംഗീതയ്ക്ക് ഒരു സ്ട്രോങ് പോയിൻ്റ് ഉണ്ട്, സ്റ്റാറ്റ് ഓൾറെഡി MSc സ്റ്റാറ്റാണ്, സ്റ്റാറ്റ് പഠിച്ചിട്ടുമുണ്ട്. അപ്പം ആ സ്ട്രോങ് പോയിൻ്റ് ഉണ്ട് കയ്യിൽ. അപ്പം മാത്സ് നന്നായി പഠിച്ചു. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങളുടെ സ്ട്രോങ് പോയിൻ്റ് ഏതാണോ അത് സ്ട്രോങ് ആക്കുക, നന്നായി പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എക്കണോമിക്സ് നന്നായിട്ട് അറിയാമെങ്കിൽ എക്കണോമിക്സ് നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ കൊമേഴ്സ് നന്നായിട്ട് പഠിക്കുക. അതിന് കൂടുതൽ സമയം കണ്ടെത്തുക. ഇദ്ദേഹത്തിന് സ്റ്റാറ്റ് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് സ്റ്റാറ്റ് നന്നായിട്ട് പഠിച്ചു, ഒപ്പം മാത്സും കൂടെ പഠിച്ചു. അങ്ങനെ വേണം നിങ്ങളും പഠിക്കാനായിട്ട്. അതല്ലാതെ ഒരു സംഗതിക്ക് മാത്സ് വീക്കാണ് എങ്കിൽ 100% അതിന് സമയം സ്പെൻഡ് ചെയ്യരുത്. നിങ്ങളൊരു പാർട്ട് ഓഫ് ടൈം മാത്രം പഠിക്കേണ്ടത് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഒരു പാർട്ട് ഓഫ് ടൈം മാത്രം സ്പെൻഡ് ചെയ്യുക.
സംഗീതയ്ക്ക് 5-6 റാങ്ക് കിട്ടി, അദ്ദേഹത്തിന് ഇപ്പോൾ ജോലിയും കിട്ടി ഉറപ്പിച്ചു. പക്ഷേ ഞങ്ങൾക്കുള്ള ഗുണം ഇദ്ദേഹത്തിന് 5-6 റാങ്ക് കിട്ടിയതിന് ശേഷം തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ മാസ്റ്റർ കെ അക്കാഡമി ജോയിൻ ചെയ്തു. നമ്മുടെ സംഗീതയുടെ സ്റ്റുഡൻസ് ജോയിൻ ചെയ്തു, ഫ്രണ്ട്സ് ജോയിൻ ചെയ്തു. വലിയ വിജയമാണിത്. ഒരു അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടുക, അവരിലൂടെ മാസ്റ്റർ കെ അക്കാഡമിയിലേക്ക് വീണ്ടും അഡ്മിഷൻ വരിക ഏറ്റവും വലിയ ഭാഗ്യവും അഭിമാനം കൂടെയാണ്. ഇതേ കണക്ക് കൃത്യമായി പഠിക്കുക, സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുക. നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് 100% ഉപകാരപ്പെട്ടു. ഓരോ ദിവസം പഠിക്കുന്ന ടോപ്പിക്സ് ആയിരിക്കും, എക്സാം ഉണ്ടായിരുന്നു. ഇത് സംഗീതയുടെ വിജയം എന്ന് പറഞ്ഞാൽ സെൽഫായിട്ട് നന്നായി പഠിച്ചു, നമ്മുടെ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്തു, നമ്മുടെ എക്സാം അറ്റൻഡ് ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇപ്പം സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് പഠിക്കുന്ന ഒരു നല്ല ടീം ഓഫ് സ്റ്റുഡൻസ് നമുക്കുണ്ട്, നല്ല കുട്ടികളുണ്ട്. കാര്യം നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു പാളിച്ച വന്നാൽ അന്നേരം നോട്ട് ചെയ്ത് പറയും, സാർ ആ മാത്സ് അല്ലെങ്കിൽ എന്താണ് സ്റ്റാറ്റസ് നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്ലോ ആക്കാമോ, ഞങ്ങൾക്ക് ഡൗട്ട്, എക്കണോമിക്സ് ഡൗട്ട് ഉണ്ട്, കൊമേഴ്സ് ഡൗട്ട് ഉണ്ട്. നല്ല ടീം ഓഫ് സ്റ്റുഡൻസ് നമുക്കുണ്ട്. നിങ്ങളാണ് ഇപ്പം ഞങ്ങളുടെ വലിയ പ്രതീക്ഷ. 14 ജില്ലയിലും ഫസ്റ്റ് റാങ്ക് നമുക്ക് വേണം സ്റ്റാറ്റിസ്റ്റിക്കലിന്. അതിനുവേണ്ടി തന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പം നമുക്കൊപ്പം നിൽക്കുന്നത് വിജയിച്ച വ്യക്തിയാണ്. മാസ്റ്റർ കെ അക്കാഡമി എന്ന സ്ഥാപനം യൂട്യൂബിൽ കൂടെ കണ്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് പഠിച്ച് 5-6 റാങ്കിൻ്റെ ഉദ്യോഗാർത്ഥി ഞങ്ങൾക്ക് ഒപ്പം നിൽക്കുന്നത്. ഇതിൽ കൂടുതൽ എന്ത് വേണം ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യാൻ? നിങ്ങൾക്ക് വിശ്വസിച്ച് ജോയിൻ ചെയ്യാം. അടുത്ത ലിസ്റ്റ് വരുമ്പം ഉറപ്പായിട്ടും വെറുതെ പറയാൻ പറ്റത്തില്ല. നിങ്ങൾ സെൽഫായിട്ട് പഠിക്കണം. പിന്നീട് എന്ത് ചെയ്യണം? ഒരു മാസ്റ്റർ കെ അക്കാഡമി ഫോളോ ചെയ്യുന്ന സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യണം. മാക്സിമം എക്സാം അറ്റൻഡ് ചെയ്യണം. മാക്സിമം സെൽഫ് വർക്ക് ചെയ്യണം. ആത്മവിശ്വാസം പഠിക്കണം. ഉറപ്പായിട്ട് ജോലി കിട്ടുന്നതായിരിക്കും.